ഈ ഒരു തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാലോ 2021 ഒരു ഭൂരിപക്ഷം ഇടതുപക്ഷത്തിനെ വെച്ച് നോക്കുമ്പോൾ അതിനെ ഒരു 1/3 കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു പെർസെൻറ്റേജും മാർജിൻ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പറയേണ്ടത് ചേലക്കരയിൽ ഒരു നല്ല രാഷ്ട്രീയ പോരാട്ടം നടത്താൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും നല്ലൊരു രാഷ്ട്രീയ പോരാട്ടം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുത്ത പാർട്ടിയോടും മുന്നണിയോടും UDFൻ്റെ ലീഡേഴ്സ് ഒത്തിരി ആളുകളുടെ വലിയൊരു പ്രയത്നവും പ്രവർത്തനവും ഒക്കെ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ ഉള്ളൊരു ഹൃദയം നിറഞ്ഞ നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകർ UDFൻ്റെ സഹപ്രവർത്തകർ കഴിഞ്ഞ ഏകദേശം ഒരു 2 മാസക്കാലം അവരെടുത്തിരിക്കുന്ന ഒരു കഠിന പ്രയത്നമുണ്ട്. ആ പ്രവർത്തനത്തിനും നന്ദി പറയാണ്. ഒരിക്കലുമില്ല. നല്ല രാഷ്ട്രീയ പോരാട്ടം ഇവിടെ നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനകത്തൊന്നും ഒരു വീഴ്ചയുണ്ടായിട്ടില്ല. കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂളിൽ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം. കോൺഗ്രസിന് വലിയ വ്യക്തമായ മുൻതൂക്കമുള്ള പഴയന്നൂർ ഒപ്പം തന്നെ അടക്കമുള്ള കൊണ്ടാഴി അടക്കമുള്ള മേഖലയിൽ വലിയ വാട്ടർ ലൂ ആയത് പരവൂർ മാത്രമാണ്, മുള്ളൂർക്കര മാത്രമാണ് അല്പമെങ്കിലും തുണച്ചത്. ഇപ്പം നമ്മൾ നോക്കേണ്ടത് 2021 ഉണ്ടായിരുന്ന ഇടതുപക്ഷത്തിനുണ്ടായിരുന്ന ഒരു 40,000-ഓളം വോട്ടിനകത്ത് 1/3 മാത്രമേ ഇടതുപക്ഷത്തിന് ഇത്തവണ നേടാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നു. മറ്റേത് വോട്ടിങ്ങിൻ്റെ പെർസെൻറ്റേജിലുള്ള വ്യത്യാസം, ഏത് പഞ്ചായത്താണ്, അതിലെവിടെയാണ് കുറവുകൾ വന്നതെന്നുള്ളതിൻ്റെയൊക്കെ ബൂത്തിൻ്റെ കണക്ക് എടുക്കുന്നുള്ളൂ, അതിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അതെന്തായാലും എടുത്തു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി കാര്യമായിട്ട് തന്നെ നിങ്ങളോട് ലീഡേഴ്സ് പറയുന്നു. ആലത്തൂർ 2019 ഇരിക്കുന്ന മാധ്യമങ്ങളുടെ മുൻപിൽ 2019 പറഞ്ഞ പോലെ തന്നെ കോഴിക്കോട് നിന്ന് വരുമ്പം പറഞ്ഞത് ഇനിയുള്ള പൊതുപ്രവർത്തന കാലഘട്ടം ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ തന്നെയാണ്. അപ്പം അതിനകത്ത് പെട്ട മണ്ഡലമാണ് ചേലക്കര. വരാൻ പോകുന്ന നാളുകളിലും കോൺഗ്രസിൻ്റെ ഒരു പ്രവർത്തകയായി UDFൻ്റെ ഒരു പ്രവർത്തകയായി ഇവിടെ തന്നെ ഉണ്ടാകും. ഈ ഭരണവിരുദ്ധ വികാരം അടക്കം ഉയർത്തിക്കാട്ടിയാണ് പ്രചാരണം നടത്തിയത്. അത് ശരിയായില്ല എന്നുള്ളതാണോ? അതായത് ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിൽ ഉണ്ടായില്ല എന്ന് തന്നെയാണോ? അല്ല, അങ്ങനെ ഒരു ഭരണ തുടർച്ചയ്ക്കുള്ള വോട്ടാണ്. ഇത്രയും വോട്ടിന്റെ ഒരു വേരിയേഷൻ അവർക്ക് ഉണ്ടാവില്ലല്ലോ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5173 ആയിരുന്നല്ലോ ഇവിടുത്തെ. അതെ. അല്ല, അതാ പറഞ്ഞത്. പക്ഷെ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഏകദേശം 40,000-ഓളം 40,000-ന് അടുത്ത് ലീഡുണ്ട്, കറക്റ്റ് എണ്ണം. പക്ഷെ അതിൽ 1/3 നമുക്ക് കുറയ്ക്കാൻ സാധിച്ചു. നല്ല രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് ചേലക്കരയിൽ നടത്തിയത്. പിന്നെ കഴിഞ്ഞ ഒരു 28 വർഷക്കാലം പക്ഷേ ഒരുപാട് അനുകൂല ഘടകങ്ങൾ, പ്രത്യേകിച്ച് ഭരണവിരുദ്ധ വികാരം 20,000-ലേക്ക് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം പോകുന്നു. പക്ഷേ ചേലക്കരയിൽ മാത്രം എന്തെങ്കിലും അല്ല, ചേലക്കരയിൽ നല്ല രാഷ്ട്രീയ പോരാട്ടം നമ്മൾ നടത്തിയിട്ടുണ്ട്. കാരണം പാർട്ടിയും സംവിധാനങ്ങളും ഒക്കെ UDF സംവിധാനങ്ങളും സഹപ്രവർത്തകരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഈ 2021 കഴിഞ്ഞ 28 വർഷമായി 8 വർഷം ഈ സംസ്ഥാന ഭരണത്തിൽ കഴിഞ്ഞ ഭരണ തുടർച്ചയ്ക്ക് 28 ഒരു അടിസ്ഥാനപരമായിട്ട് പോകുന്ന ഇടങ്ങളിൽ ഒരു 39,000-40,000 കിട്ടിയിടത്ത് നമുക്ക് 1/3 കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളത്. പിടിച്ചിട്ടുള്ള കുറെ വോട്ടുകൾ പാറ്റേൺ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ കണക്ക് എങ്ങനെയാണ്? ഇല്ല, അതിന്റെ ബൂത്തുകളും ഇതൊന്നും ഇപ്പൊ നമുക്ക് കൗണ്ടിംഗ് സെന്ററിൽ നിന്ന് നമുക്ക് ബൂത്ത് തിരിച്ച് കിട്ടില്ലല്ലോ. പഞ്ചായത്തുകൾ തന്നെ ഓരോ ആളുകളുടെ സ്വാതന്ത്ര്യമല്ലേ, ഏത് രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കണം, ഏത് ആശയത്തിൽ വിശ്വസിക്കണം എന്നുള്ളതൊക്കെ ഓരോ ആളുകളുടെ കാഴ്ചപ്പാടും അതൊക്കെ ഓരോ ആളുകളുടെ സ്വാതന്ത്ര്യമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്നും ഒരിക്കൽ പോലും പാർലമെൻറ്റിനകത്തേക്ക് മത്സരിക്കാൻ ഇങ്ങനെ ഒരു നിയോഗം ഉണ്ടാകുന്ന ചിന്തിച്ച് പൊതുപ്രവർത്തനം തുടങ്ങിയ ഒരാളല്ല. അപ്പം നമ്മളിലേക്ക് വന്നു ചേർന്നതും നമ്മളിൽ പാർട്ടി വിശ്വാസം അർപ്പിച്ച് ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ എന്നേക്കാൾ എത്രയോ സീനിയർ ആയിരിക്കുന്ന ആളുകൾക്ക് ഒത്തിരി ആളുകളുണ്ട്. അവരൊക്കെ അവരുടെ ഒരു കഠിനാധ്വാനമല്ലേ പാർട്ടി. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ അങ്ങനെ വിഷയം മാറുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി ഇല്ല. അപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെ ആകണമെന്നില്ല എല്ലാ ആളുകളും. അതൊക്കെ ഓരോ ആളുകളും കുറഞ്ഞത് തിരിച്ചടിയായി. അത് കോൺഗ്രസ് വോട്ടുകളാണ് കുറഞ്ഞതെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പൊ കണക്കുകൾ കിട്ടിക്കഴിഞ്ഞാലാണ് നിങ്ങളുടെ ഈ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട്